ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഫാള് കണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഫാൾ ആവും. ബിക്കോസ് നമുക്ക് അതായിരുന്നു നല്ലൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ നിന്ന് നമുക്ക് ഇന്നലെ തന്നെ ഒരു റിക്കവറി ഒന്ന് മാർക്കറ്റ് ഒന്ന് തന്നായിരുന്നു. ബട്ട് ഒരു നല്ല ഹ്യൂജ് റെസിസ്റ്റൻസ് എന്ന് പറയാം. 22,400 എന്ന ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ്, അവിടെ നമുക്കൊരു നല്ല സപ്ലൈ സോൺ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് താഴേക്ക് വന്നു. പിന്നെ ഇന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ദെൻ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്തു, കണ്ടിന്യൂസ് ഫാൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ അൺസർട്ടനിറ്റി ഉള്ള കാര്യം എല്ലാവരും വിട്ടുപോകാണ്ടിരിക്കുക. ബിക്കോസ് വിക്സ്, ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് നമ്മളൊരു ലോ എടുത്തപ്പോൾ പറഞ്ഞു ആ ലോയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ വിക്സ് നല്ല രീതിയിൽ മേളിലേക്ക് കയറും. ബിക്കോസ് എലക്ഷൻ ടൈമാണ് വരുന്നത്. അപ്പോൾ എലക്ഷൻ ടൈം വരുമ്പോൾ വിക്സ് കാരണം അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിൽ. എപ്പോഴും അൺസർട്ടനിറ്റി വന്നാൽ, ഒരു ഡിസിഷൻ ഇല്ലാണ്ട് വന്നാൽ മാർക്കറ്റ് എങ്ങനെ വന്നാലും ഫിയർ ഉണ്ടാവും. ഫിയർ കൂടുമ്പോഴാണ് നമുക്ക് വിക്സ് ഹൈ ആവുന്നത്. അപ്പോൾ വിക്സ് നിയർ ടു 20 ആണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും കൂടുതൽ വോളറ്റൈലിറ്റി ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ ഒന്നില്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള SL വിത്ത് നിങ്ങൾ കറക്റ്റ് SL ഫോളോ ചെയ്ത് മാത്രം പോവുക. ആൻഡ് SL ഒക്കെ ഓൾറെഡി നേരത്തെ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ആയിരിക്കണം നിങ്ങൾ നിങ്ങളൊരു ട്രേഡിൽ കയറേണ്ടത്. അതല്ല എങ്കിൽ മീൻസ് 1 മിനിറ്റ് 2 മിനിറ്റ് കയറുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്നുള്ള ഫാള് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സ്കാൽപ്പിംഗ് പോലെ ചെയ്താൽ, എക്സ്പേർട്ടിനല്ലാത്ത സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ഹ്യൂജ് മീൻസ് കറക്റ്റ് SL ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഹ്യൂജ് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇനി ഹൈ ആയിട്ട് വരുന്നു. ഈവൻ നമുക്കറിയാം ഇൻട്രാഡേ ലോ ഇന്ന് ഹൈയേക്ക് 200-300 പോയിൻ്റ് ഇന്നലെ തന്നെ മൂവ് ചെയ്തായിരുന്നു നിഫ്റ്റിയിൽ. ഇന്ന് നമുക്ക് കാണാം ഡിമാൻഡ് സോണിൽ നിന്നുള്ളൊരു നല്ലൊരു ബൗൺസ് ബാക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും ആ ഒരു ക്വിക്ക് ഡിമാൻഡ് സോണും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയത്. അപ്പോൾ നല്ല രീതിയിൽ അൺസർട്ടനിറ്റി മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാം ഇലക്ഷൻ ടൈമിൽ ഇപ്പോൾ പല സ്പീച്ചും ഈവൻ എല്ലാവരും മാർക്കറ്റ് ഒരു പാർട്ടീനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കുറേ പേര് കുറേ വീഡിയോസൊക്കെ നമുക്കിപ്പോൾ കാണാനും കഴിയുന്നുണ്ട്. മീൻസ് BJP വിൻ ചെയ്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി കുറേ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു സ്റ്റോക്കിലും കയറാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ കയറാണ്ടിരിക്കുക, ഒരു സ്റ്റോക്കിലും പൊസിഷൻ എടുക്കാണ്ടിരിക്കുക. ഈവൻ വിക്സ് ഇനിയും കയറാനാണ് ഹൈയിലായിട്ട് ചാൻസ് നിൽക്കുന്നത്. ഈവൻ 20 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു റിസൾട്ട് വരാനൊക്കെ ഇനി ഒരു 2 or 3 വീക്സാണ് നമുക്കുള്ളത്. അപ്പോൾ അത്രയും നാൾ നമ്മൾ ഒരു സ്വിങ് ട്രേഡിങ്ങിനാണെങ്കിൽ പോലും സ്റ്റോക്ക് സെലക്ട് ചെയ്യാണ്ടിരിക്കുക. അത്രയും നല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിൽ മാത്രം വിത്ത് നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇനി എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഈവൻ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു 22,000 എന്നുള്ളത്. ആ സപ്പോർട്ട് വരെയും ബ്രേക്ക് ചെയ്ത് 21,950 ഒക്കെ അവിടെ വന്നാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ അൺസർട്ടനിറ്റി ഉണ്ട്. ഇതേമാതിരി തന്നെ നിഫ്റ്റിക്ക് തിരിച്ചും കയറാം. അതായത് അത്രയും വിക്സ് വരുമ്പോൾ താഴേക്ക് മാത്രമല്ല മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഫാൾ കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞിട്ട് പുട്ട് ഓപ്ഷൻസിലേക്ക് കയറി കഴിഞ്ഞാൽ സെയിം രീതിയിൽ മേളിലേക്ക് പോകും. അപ്പോൾ മീൻസ് അൺസർട്ടനിറ്റി വന്നാൽ അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്, അങ്ങനെയാണ്. ഈവൻ 20 വിക്സ് പോയാൽ ഹ്യൂജ് പ്രീമിയം ആയിരിക്കും. ഏത് പ്രീമിയത്തിൽ തൊട്ടാലും ഔട്ട്സൈഡ് ദ മണി. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇലക്ഷൻ ടൈമിൽ ചെയ്യാൻ പറ്റാവുന്ന വീഡിയോ മീൻസ് നമുക്ക് പറയാറുണ്ട്. ഇന്ത്യ വിക്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾ 2 പ്രീമിയം ലാസ്റ്റ് ഈവൻ ഔട്ട്സൈഡ് ദ മണി 2 പ്രീമിയം മേടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജി അതായിരുന്നു. ബട്ട് ഇപ്പോൾ ആ സ്ട്രാറ്റജിയും ഒന്ന് ഉപയോഗിക്കരുത്. ബിക്കോസ് നമുക്ക് 18 ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് കറക്റ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർക്ക് ഓക്കെ ആയിരിക്കും. അതല്ലാത്തവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈം പീരീഡാണ് ഇനി വരുന്നത്. ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. ഡൗട്ട്സ് അപ്പോൾ ഇനി എവേ സ്ട്രൈക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മീൻസ് നല്ല സ്ട്രൈക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക.
ഓൾറെഡി നമ്മൾ മീൻസ് നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിഫ്റ്റി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈവൻ ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ ഇനി അധികം സമയം കളയുന്നില്ല. നമുക്കറിയാം ഡിമാൻഡ് സോണിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തു. ഇന്നലത്തെ ഹൈ ടെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും അവിടെ ഫോളോ വന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രാഡേ ലെവൽസ് കാര്യങ്ങളൊക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നമ്മൾ ഇൻട്രോയിൽ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്വിക്കായിട്ട് നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിൻ്റെ ഒരു അനാലിസിസ് നടത്താം. എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ബിഹേവിയർ, ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഇതെങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്നാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ഫോളാണ്. ഫോളോ എന്ന് പറഞ്ഞാൽ ഒരു ലോ എടുത്തു, ഒരു ഹൈ എടുത്തു, ലോ എടുത്തു, ഹൈ എടുത്തു, ലോ എടുത്തു. ഈവൻ ഇനി നമുക്കൊരു ഹൈ എടുത്തേക്കാം. അപ്പോൾ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഹൈയിൽ നിന്ന് വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ഫോളാണ്. ആൻഡ് ആ ഫോൾ തുടരുന്ന നമുക്ക് എവിടെയാണ് നല്ല സപ്പോർട്ട് നമുക്കറിയാം 21,800 ലെവൽ. ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക, അവിടെ ആയിരുന്നു നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് കാണുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ലാസ്റ്റത്തെ വരുന്ന ഒരു സ്വിങ് ഹൈയും കൂടി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ കാണിച്ച മാതിരി ഒരു സ്വിങ് ഹൈയും കൂടി ഉണ്ടാവും. അപ്പോൾ ആ സ്വിങ് ഹൈയും കൂടി ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും മേളിലേക്ക് പോകാനുള്ള, നിഫ്റ്റിയിൽ മേളിലേക്ക് പോകാനുള്ള ചാൻസ് അവിടെയുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ 4 hour ടൈം ഫ്രെയിമിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും നമുക്കറിയാം ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇതിപ്പോൾ എല്ലാം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മീൻസ് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ക്വിക്ക് റണ്ണ്. ദെൻ അവിടെ നിന്നൊരു ഫോള്, പിന്നെ ഒരു ഹൈ ലോ, ലോ എടുത്തു, പിന്നെ ഒരു ഹൈ എടുത്തു, പിന്നെ ഒരു ലോ എടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും 4 hour ടൈം ഫ്രെയിമിലാണെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ തന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 46,800 ലെവലാണ്. 46,800 ആ ഒരു ലെവലാണ്. ഈവൻ 47 ബിലോ ആണ് നല്ലൊരു സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. അപ്പോൾ ആ ലെവല് ബാങ്ക് നിഫ്റ്റിക്കും ശ്രദ്ധിക്കുക. ഇനി ആ ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നോക്കുക. മീൻസ് അവിടെ വന്നിട്ട് ഒറ്റയടിക്ക് ക്വിക്കായിട്ട് വെക്കാനല്ല. ഇവിടെ നമുക്ക് നല്ലൊരു പ്രൈസ് ആക്ഷൻ വരണം. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു കണ്ടിന്യൂസ് ക്യാൻഡിൽ, ഒരു നല്ല അപ്പ് ക്യാൻഡിൽ വരാം, ഒരു ബൈയിങ് ക്യാൻഡിൽ. ഇവിടെയൊക്കെ കണ്ട മാതിരി നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നാൽ നമുക്ക് അതൊരു നല്ല റിവേഴ്സിനുള്ള ചാൻസാണ്. അവിടെ നമുക്ക് സ്പ്രെഡ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന മീൻസ് സ്ട്രാറ്റജി അങ്ങനത്തെ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ ഒരു ടൈമിൽ കയറാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞ മാതിരി നമുക്ക് ഇന്ത്യ വിക്സ് നിയർ ടു 20 ആണ്. ഇന്ത്യ വിക്സിൻ്റെ റണ്ണ് നിങ്ങൾക്ക് കാണാം. വൺസ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് റൈസാണ്. ആൻഡ് റൈസ് എന്ന് പറയുന്നത് ലാസ്റ്റ് മീൻസ് ഈവൺ നമ്മൾ പറയണമെങ്കിൽ 23rd ഡിസംബറൊക്കെയാണ് ലാസ്റ്റ് വിക്സ് ഒരു 16 ഇത് പോയേക്കുന്നത്. ഇപ്പോഴാണ് എന്നിട്ട് 23rd ഡിസംബർ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് വിക്സ് ഒന്ന് ഈവൻ 18 17 ബ്രേക്ക് ചെയ്ത് ഈവൻ 18 വരെയും വന്നത്. ഓൾമോസ്റ്റ് നിയർ ടു ഹൈ ഒരു 19 വരെയും വിക്സ് ഓൾറെഡി ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ജസ്റ്റ് ഒന്ന് OI അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യണ മാതിരി തന്നെ നമുക്ക് OIനെ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് തന്നെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ OI നോക്കുമ്പോൾ നമുക്ക് നല്ല റെസിസ്റ്റൻസ് 48,000 കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് 47,500 ചെറിയ സ്ട്രാഡിൽ. അപ്പോൾ 48 to 47,500 ആ ഒരു റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് ഹോൾഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. 47,500 to 48. ബട്ട് ഈവൻ നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് ലെസ്സായിട്ട് തന്നെ ഉള്ളൂ. 48 നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് പോകുന്നുണ്ട്. അവിടെ ചെറിയ രീതിയിൽ പുട്ട് റൈറ്റിംഗ് ഉണ്ട്. അവിടെ നമ്മൾ സ്ലൈറ്റ്ലി അവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈവൻ അവിടെ ഇനിയും അൺവൈൻഡിങ് ആണ് നടക്കുന്നതെങ്കിൽ ഇനിയും ഫാൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. PCR 0.8 നിയർ ടു 8 ആണ്. അതും ബിയറിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് നിഫ്റ്റിയുടെയും കൂടി ഒരു OI ജസ്റ്റ് ഒന്ന് നോക്കാം ക്വിക്കായിട്ട് തന്നെ. നിഫ്റ്റി OIയിൽ എവിടെയാണ് മാക്സിമം കോൾ റൈറ്റിംഗ് എന്ന് നോക്കാം. നിഫ്റ്റിക്ക് 22,000 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. മാക്സിമം റെസിസ്റ്റൻസ് 22,300 ദെൻ അവിടെ നിന്ന് താഴെ നമുക്ക് നല്ല വീക്ക് സപ്പോർട്ട് കാണാം. ബട്ട് ഓരോ സ്ട്രൈക്ക് കയറുന്തോറും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയും 22 ഈവൻ 22 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ നിഫ്റ്റിക്ക് ഉണ്ടെങ്കിലും എന്താ പറയുക, നമുക്കതൊരു നല്ല ഫോർമേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഒന്ന് മിസ്സായിട്ടുണ്ട്.
ഓക്കെ. സോ അപ്പോൾ നിഫ്റ്റിക്ക് ഇപ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് 22,300 ഇവൻ 22,000 ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ആ സ്ട്രാഡൽ ഫോർമേഷൻ ഒന്ന് നോക്കുക. ഞാൻ അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്കൊരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എന്താ പറയുക ഒരു നല്ലൊരു ബൈയിങ് ക്യാൻഡലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അപ്സൈഡിന് വേണ്ടി ഇനി ശ്രമിക്കാവൂ. അതേ മീൻസ് ഇതേമാതിരി തന്നെ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവൻ പ്രൈസ് ആക്ഷനും മനസ്സിലായി ആൻഡ് സപ്പോർട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് നമുക്ക് ലാസ്റ്റായിട്ടൊന്ന് എന്താ പറയുക നമുക്കൊന്ന് FIDA ഡാറ്റ ഒന്ന് നോക്കാം. എല്ലായിടത്തും നമുക്ക് ബിയർ സെൻറ്റിമെൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈവൻ FIDA ഡാറ്റ സ്റ്റിൽ FIDA ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഓക്കെ ഫൈൻ, ശ്രദ്ധിക്കുക. ഈവൻ കണ്ടിന്യൂ ടു ഫോൾ തന്നെയാണ് വരുന്നത്. നല്ല സപ്പോർട്ട് കാര്യങ്ങൾ ഇപ്പോഴും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് മീൻസ് ആ ബ്രേക്ക് ചെയ്യുന്ന ലെവൽസ് നോക്കിക്കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ആയിട്ട് നിങ്ങൾ സ്റ്റോക്കിൽ എടുത്തു പറയുന്നത് സ്റ്റോക്ക് കാര്യങ്ങളൊന്നും സ്വിങ് ട്രേഡിങ്ങിനാണെങ്കിൽ പോലും ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് മീൻസ് ഈ ഇലക്ഷൻ തീർന്നിട്ട് വിക്സ് ഒന്ന് നമ്മുടെ നോർമൽ ലെവലിൽ വരുമ്പോൾ മാത്രം സ്വിങ് ട്രേഡിനും കൂടി മീൻസ് സ്വിങ് ട്രേഡിലൊക്കെ നല്ല സ്റ്റോക്കിലൊക്കെ കണ്ടാൽ കയറാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.